بسم الله الرحمن الرحيم. الله الذي سخر لكم البحر لتجري الفلك فيه بأمره ولتبتغوا من فضله ولعلكم تشكرون وسخر لكم ما في السماوات وما في الأرض جميعا منه إن في ذلك لآيات لقوم يتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1739 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 12-13 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ ലിതജ്രിയൽ ഫുൽകു ഫീഹി ബിഅംരിഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തശ്കുറൂൻ. وسخر لكم ما في السماوات وما في الأرض جميعا منه إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 12-13 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കത്തിലെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനുമുള്ള തെളിവുകളായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഉയർത്തിക്കാണിച്ചതിനെ തുടർന്ന് ദൈവിക ദൃഷ്ടാന്തങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും സന്നദ്ധരാവാത്ത വ്യാജത്തിന്റെ പുറകെ തന്നെ അടിസ്ഥാനരഹിതമായ വ്യാജവാദങ്ങളുടെയും ചിന്തകളുടെയും പുറകെ പോകുന്ന ആളുകളെ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്ത് ഏതാനും ആയത്തുകള് ചില കാര്യങ്ങൾ വിവരിച്ചതിനെ തുടർന്ന് വീണ്ടും സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള വിവരണത്തിലേക്ക് തിരികെ എത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ സൂറത്തിൽ ഇപ്പോ നമ്മൾ പരിഗണനയിൽ എടുത്തിരിക്കുന്ന ഈ 2 ആയത്തുകൾ 12-13 ആയത്തുകൾ സുപ്രധാനമായ ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. നേരത്തെ ഞാൻ വിവരിച്ച വിധത്തില് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ എങ്ങനെ ആണോ കാര്യങ്ങളെ പ്രതിപാദിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്കാണ് വീണ്ടും ഈ ആയത്തുകളിൽ നമ്മൾ തിരികെ എത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ സത്യനിഷേധത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ അവര് ഏതൊരവസ്ഥയിലും നിലപാടിലുമായിരുന്നോ ഉണ്ടായിരുന്നത് അതിൽ തന്നെ ശഠിച്ചു നിൽക്കുകയായിരുന്ന ആളുകൾക്ക് വളരെ ശക്തമായ താക്കീത് നൽകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. വമിൻ വറാഇഹിം ജഹന്നം, ഈ ഭൗതിക ലോകത്ത് അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മാനഹാനിയും ശിക്ഷയും പ്രയാസങ്ങളും ഒക്കെ അതിനൊക്കെ പുറമെ അവരെ പിന്തുടരുന്നത്, അവരെ പിടികൂടാനിരിക്കുന്നത് ജഹന്നമാണ്. മിൻ വറാഇഹിം ജഹന്നം, അവരെ പിടികൂടാനിരിക്കുന്നത് അവരുടെ പുറകിലായി
നരകമാണുള്ളത് എന്നാണ് അവിടെ വിവരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതോടെ ഒരാളുടെയും നേരത്തെ അയാൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളോ അയാളുടെ സമ്പാദ്യങ്ങളോ ഒന്നും നരകത്തെ നേരിടുന്നതിന് അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആരാധ്യന്മാരായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒന്നും ഇടപെടലുകളോ സഹായമോ ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ഭീകരമായ ശിക്ഷയാണ് അവർ ഏറ്റുവാങ്ങാനിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. ഈ വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നത് കൃത്യമായ മാർഗദർശനമാണ്. ഹാദാ ഹുദൻ, ഇതാണ് മാർഗദർശനം. വല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തില് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ആയാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് വളരെ പ്രയാസകരമായ വേദനാജനകമായ ശിക്ഷയാണ് എന്നാണ് തുടർന്ന് പറയുകയുണ്ടായത്. നമ്മൾ ഇന്നലെ പഠനം പൂർത്തിയാക്കിയ ആയത്തുകൾ അവസാനിക്കുന്നത് അങ്ങനെയാണ്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്ന ആയത്തുകൾ വരുന്നത്. ഈ ആയത്തുകൾ നമുക്കൊന്ന് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കാം. അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹറ, ഒരു പ്രത്യേക പ്രതിഭാസം ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. അള്ളാഹു അവനാണ് അല്ലദീ സഖറ ലക്കുമുൽ ബഹർ, നിങ്ങൾക്കായിട്ട് സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിത പ്രയാണത്തില് സമുദ്രം അവനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭീതി ജനിപ്പിച്ചിരുന്ന, അവന് ഒരു ധാരണയും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമായിട്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സമുദ്രത്തെ ആദ്യമായിട്ട് കാണുകയും അതിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ സമുദ്രം മനുഷ്യന് വളരെയേറെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊരു കാര്യം വൈകാതെ മനുഷ്യൻ തിരിച്ചറിയുന്നു. അത് സാധിക്കുന്നത് സമുദ്രത്തെ ആ വിധത്തില് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. അത് അതിന്റെ ഭീതിജനകമായ അവസ്ഥകൾ മാത്രമല്ല സമുദ്രത്തിനുള്ളത്. തീർച്ചയായിട്ടും അപകടം പതിയിരിക്കുന്ന ഒരു രംഗം തന്നെയാണത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ പ്രയോജനം തരുന്ന, വളരെയേറെ സാധ്യതകളുള്ള ഒരു പ്രതിഭാസമാണ് സമുദ്രം. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഈ കാര്യങ്ങൾ കേൾപ്പിക്കപ്പെടുമ്പോൾ സമുദ്ര തീരത്ത് നിന്ന് ഒരുപാട് അകലെയാണ് അവരൊക്കെ ഉള്ളത്. ഒരുപക്ഷെ അപൂർവമായിട്ട് ചിലര് മാത്രമേ സമുദ്ര തീരത്തേക്ക് യാത്ര ചെയ്യുന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ. അന്നത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ മിക്കതും കരയിലൂടെയുള്ളതായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കടല് താണ്ടിക്കൊണ്ടുള്ള യാത്ര ദുർഘടമാണ്, പ്രയാസകരമാണ്. പക്ഷെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സമുദ്രയാത്ര ഉണ്ട്. സമുദ്രയാത്ര ചെയ്തുകൊണ്ടാണ് പല വിദൂര ദിക്കുകളിലേക്കും ആ കാലത്ത് ജനങ്ങൾ എത്തിയിരുന്നത്. പക്ഷെ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമുദ്രം ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് തന്നെയാണ് ആ ഘട്ടത്തില് ഉണ്ടായിരുന്നത്. ഒരു സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്ര തീരത്തേക്ക് ഒരിക്കൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്.
ആ സ്രോതസ് എത്രത്തോളം ആശ്രയിക്കാവുന്നതാണ് എന്നത് അറിയില്ലെങ്കിലും അങ്ങനെ ഒരു നിരീക്ഷണത്തില് ഒരു കഴമ്പുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരിമിതമായ യാത്രകളാണ് നടത്തിയിട്ടുള്ളത്. നുബുവത്തിന്റെ മുമ്പ് ഷാം പ്രദേശത്തേക്ക്, സിറിയയുടെ ഭാഗത്തേക്കൊക്കെ ചെറിയ യാത്രകൾ നടത്തിയത് ചരിത്ര സ്രോതസ്സിൽ കാണാം. കച്ചവട ആവശ്യത്തിനൊക്കെ വേണ്ടിയുള്ള യാത്രകൾ, അതൊക്കെ കരയിലൂടെയുള്ള യാത്രകളായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. കടൽ തീരത്തേക്ക് വളരെയൊന്നും അകലെ അല്ലെങ്കിലും, ജിദ്ദ ഒക്കെ കടൽ തീരം ഉള്ള ഒരു പ്രദേശമാണെങ്കിലും മക്കയിൽ നിന്ന് ജിദ്ദയിലെ കടൽ തീരത്ത് എത്തുക എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രമുഖനായ ഒരാള് വിശുദ്ധ ഖുർആനിലെ കടലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും തന്നെ കടൽ തീരമോ കടലോ കണ്ടിട്ടില്ലാത്ത, കടലിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് സ്വന്തമായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ദൈവിക വെളിപ്പാടാണ് എന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായതായിട്ട് ഒരു ചരിത്ര സ്രോതസ്സിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു മനുഷ്യന്റെ മുന്നിൽ മനുഷ്യന് വിധേയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് കടലിനെ കുറിച്ച് പറയുന്നത്. വസഖറ അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ, അള്ളാഹു അവനാണ് അല്ലദീ സഖറ ലക്കുമുൽ ബഹർ, കടലിനെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന്. മനുഷ്യന് കടലിന്റെ ആ പാരാഭാരം കൈകാര്യം ചെയ്യുന്നതിനുള്ള വഴികള് നാഗരിക വളർച്ചയുടെ പല ഘട്ടങ്ങളിലായിട്ട് കൈവരിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണ കാലത്താണ് ആദ്യമായി കടലിൽ സഞ്ചരിക്കാവുന്ന, കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ സഞ്ചരിക്കാവുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ അതിജീവനം സാധ്യമാവുന്ന ഒരു കപ്പൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും അത് പ്രയോജനപ്പെടുത്തപ്പെടുന്നതും. നൂഹ് അലൈഹിസ്ലാമിന്റെ കാലത്ത് പ്രളയത്തിനെ തുടർന്നാണ് യാത്രക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള കപ്പലുകളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അത് ഈ ആദ്യത്തെ കപ്പൽ എന്ന ആശയത്തെ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് സഞ്ചാരത്തിന് പ്രയോജനപ്പെടുന്ന രണ്ടു ഭാഗവും കൂർത്ത വിധത്തിലുള്ള മത്സ്യാകൃതിയിലുള്ള ഒരു വാഹനമായിട്ട് കപ്പലിന് രൂപകൽപ്പന ചെയ്യപ്പെടുകയുണ്ടായത് പിന്നീടാണ്. നൂഹ് അലൈഹിസ്ലാമിന്റെ കാലത്ത് അദ്ദേഹം അതിജീവനത്തിന് വേണ്ടി നിർമ്മിച്ച കപ്പല് വൃത്താകൃതിയിലുള്ളതായിരുന്നു എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതില് തള്ളിക്കളയേണ്ടതായിട്ടൊന്നും തോന്നിയിട്ടില്ല. നൂഹ് അലൈഹിസ്ലാമിന്റെ കപ്പൽ നിർമ്മിച്ചത് തന്നെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നതിന് വേണ്ടിയല്ല. പ്രവചിക്കപ്പെട്ട ഒരു പ്രളയം സംഭവിക്കുമ്പോൾ നൂഹ് അലൈഹിസ്ലാമിനെ പിന്തുടരാൻ സന്നദ്ധരായ ആളുകളെയും ജീവജാലങ്ങളിൽ നിന്നൊക്കെയും ഓരോ പേരും ഈ കപ്പലിൽ സംരക്ഷിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരമാണ് അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും അതിനു മുമ്പുള്ള ലോകം, നൂഹ് അലൈഹിസ്ലാമിന്റെ കാലം വരെയുള്ള ലോകത്തെ സംബന്ധിച്ചിടത്തോളം കടലിൽ അല്ലെങ്കിൽ വെള്ളത്തില് സഞ്ചരിക്കുക എന്നതോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉപരിതലത്തില് പ്രയാസരഹിതമായി പിടിച്ചു നിൽക്കുക എന്നതോ ഒന്നും അവരുടെ ആലോചനയിൽ പോലും ഉണ്ടായിരുന്ന ഒരു സംഗതിയല്ല. അവർ ജീവിച്ചിരുന്ന പ്രദേശത്തിന്റെ ഒരു അന്ത്യമായിട്ട്, ഒരു എൻഡായിട്ട് കടലിനെ കാണുന്നു. കടലിനപ്പുറത്തേക്ക് വളരെ പൗരാണികമായ സാഹിത്യരചനകളിലും ചിന്തകളിലൊക്കെ കടല് ലോകത്തിന്റെ അവസാനമായിട്ടും കടലിനപ്പുറത്തേക്കുള്ളത് ഒരു പരലോകമായിട്ടൊക്കെയാണ് സങ്കല്പിക്കപ്പെട്ടിരുന്നത്. പ്രമുഖനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഇംഗ്ലീഷ് കവി ടെന്നിസൺ രചിച്ച ഒരു കവിതയില്, ഒഡീസിയൂസ് എന്നൊരു കവിത, ആ കവിതയില്
അതിന്റെ മുഖ്യ കഥാപാത്രമായ ഒഡീസിയൂസിന് ജീവിതാന്ത്യത്തില് ഇനിയൊരു മടക്കമില്ലാത്ത യാത്ര നടത്താനുള്ള മോഹമാണ്. അയാൾ ജീവിതകാലം ഉടനീളം കരയിലൂടെയും കടലിലൂടെയും ഒക്കെ സാഹസികമായ ധാരാളം യാത്രകൾ നടത്തി അതിൽ നിന്നൊക്കെ വലിയ അനുഭവ സമ്പത്തുണ്ടാക്കി അവസാനം നാട്ടിൽ തിരികെ എത്തിയപ്പോ അവിടുത്തെ ഭരണകർത്താവായി ചുമതല ഏൽക്കുന്നതോടെ അയാൾക്ക് ജീവിതം അങ്ങേയറ്റം മുഷിപ്പുളവാക്കുന്നതായിട്ട് മാറുകയാണ്. യാതൊരു സാഹസികതയും ഇല്ല, പുതുതായിട്ടുള്ള യാതൊന്നും പഠിക്കുന്നില്ല, പുതിയ ചക്രവാളങ്ങളെ കുറിച്ച് അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഒരു അടച്ചിട്ട കൂട്ടിലെ ജീവിതം പോലെയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. അയാള് മകൻ ടെലിമാക്കസിനെ നാട്ടിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഒടുക്കത്തെ യാത്ര നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് കുടുംബത്തോടും മക്കളോടും ഒക്കെ വിട പറഞ്ഞ് നാട്ടുകാരോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് അയാൾ ഇനിയൊരു തിരിച്ചുവരവില്ലാത്തൊരു യാത്ര നടത്താനാണ് ഒരുങ്ങുന്നത്. കപ്പലില് തന്റെ കൂടെ ജീവിതകാലം ഉടനീളം ഉണ്ടായിരുന്ന സഹകാരികളായ കപ്പൽ സഞ്ചാരികളോടൊപ്പം അദ്ദേഹം കടലിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. കപ്പലിൽ യാത്ര ആരംഭിക്കുകയാണ്. അത് ലക്ഷ്യമിടുന്നത് വിദൂരമായ ചക്രവാള സീമകൾക്കപ്പുറത്തുള്ള ഒരു ലോകത്തെയാണ്. അപ്പൊ കടലിന്റെ കര കാണാത്ത അറ്റങ്ങളെ തേടി പോയി ഈ ഭൂമിയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ഭൗതിക ജീവിത ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയും പാരത്രിക ലോകത്തേക്ക് അങ്ങനെ കടല് കടന്ന് കടലിന്റെ വിദൂരതകളിലൂടെ സഞ്ചരിച്ച് എത്തുകയും ചെയ്യാം എന്നാണ് അതിന്റെ മുഖ്യ കഥാപാത്രം സ്വപ്നം കാണുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. അപ്പൊ ഇനിയൊരു മടക്കമില്ലാത്തൊരു യാത്രക്കായിട്ട് ഒരുങ്ങുന്ന ഒരു നായകനാണ് ആ കവിതയിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ആ കാലത്തൊക്കെ കടലിനെ അവർ സങ്കല്പിച്ചിരുന്നത് ഭൂമിയുടെ ഒരു അവസാനിക്കുന്ന പോയിന്റ് ആയിട്ടാണ്. കടല് കടന്നപ്പുറത്തേക്ക് പോകുന്നതോടെ ഭൂമിയല്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ഒരുപക്ഷെ മരണശേഷം ആളുകൾ വന്നു ചേരുന്ന ഇടം എന്നൊക്കെ അവർ സങ്കല്പിച്ചിരുന്ന ഒരു ഇടത്തേക്ക് എത്തിച്ചേരുകയാണ് എന്നാണ് അവരുടെ സങ്കല്പം ഉണ്ടായിരുന്നത്. അപ്പോ വളരെ നിഗൂഢമായ വളരെ ഭീതിജനകമായ ഒരു പ്രതിഭാസമായിട്ടാണ് കടലിനെ ആ കാലഘട്ടത്തില് മനുഷ്യർ മനസ്സിലാക്കിയിരുന്നത്. വിശുദ്ധ ഖുർആന്റെ അവതരണ കാലത്തല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് മുന്നെയാണ് ഇത് സംഭവം. കപ്പൽ നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ ഒക്കെ മുന്നേയുള്ള ലോകത്തെ ഒരു ധാരണ അതാണ്. അപ്പൊ ഗ്രീക്ക് ഐതിഹ്യത്തിലെ കഥാപാത്രമായിരുന്ന ഒഡീസിയൂസിന്റെ ആ കടൽ യാത്രകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള കവിതയാണത്. ആ കവിത എഴുതിയത് ഒരു 3-4 നൂറ്റാണ്ട് പുറകിലായിരിക്കണം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കവിതയിലെ കഥാപാത്രവും അതിലെ ചരിത്ര സംഭവങ്ങളും ഒക്കെ ഗ്രീക്ക് ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതിയാണ്. അങ്ങനെയാണ് കടലിനെ കുറിച്ചുള്ള അവരുടെ ധാരണകളും കടൽ അനുഭവങ്ങളും ഒക്കെ അതിൽ വിവരിക്കപ്പെടുന്നത് ആ വിധത്തിലാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിക്കൊണ്ട്, അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മുഖേന ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് ഈ കടൽ എന്ന പ്രതിഭാസത്തെ കുറിച്ചാണ്. അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹർ, അല്ലാഹു അവനാണ് നിങ്ങൾക്കായി കടലിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്. അങ്ങനെ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറയുന്ന വേറെയും ധാരാളം സംഗതികൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആകാശത്തെയും ഭൂമിയെയും അതിലെ അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്രന്മാരെയും ഒക്കെ മനുഷ്യനായിട്ട് കീഴ്പ്പെടുത്തി തന്നു എന്ന് അള്ളാഹു പരാമർശിക്കുന്നത് കാണാം. മനുഷ്യന് പ്രയോജനകരമാവുന്ന വിധത്തിൽ അവയെ സംവിധാനിക്കുകയും നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി തന്നു എന്ന് പറയുമ്പോൾ നൽകപ്പെടുന്ന സൂചന. അത് സൂര്യനെയോ ചന്ദ്രനെയോ നമ്മുടെ കൈവെള്ളയിൽ എടുത്തു വെച്ച് തന്നു എന്ന് ഒരിക്കലും തന്നെ അതിന് അർത്ഥം നൽകേണ്ടതില്ല. അതേസമയത്ത് മനുഷ്യന്
അവന്റെ ജീവിതാവശ്യങ്ങളിൽപ്പെട്ട പലതും നിർവഹിക്കാൻ സാധിക്കുന്ന വിധത്തില് സൂര്യനെയും ചന്ദ്രനെയും രൂപകൽപ്പന ചെയ്ത് സംവിധാനിച്ച് പ്രവർത്തനക്ഷമമാക്കി എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ വാഹനത്തെ പരാമർശിച്ചുകൊണ്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദ എന്നൊരു പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്. ഈ വാഹനം ഞങ്ങൾക്കായി കീഴ്പ്പെടുത്തി ഒരുക്കി തന്ന, നിയന്ത്രണ വിധേയമാക്കി തന്ന അള്ളാഹു അങ്ങേയറ്റം പരിശുദ്ധനാണ് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോ വാഹനം നമുക്ക് നിയന്ത്രണ വിധേയമായി കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. ഡ്രൈവിംഗ് പരിശീലിച്ച ആളുകൾക്കൊക്കെയും അറിയാം, ആദ്യമായി സ്റ്റിയറിംഗ് വീൽ കയ്യിൽ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലകറക്കവും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസമൊക്കെ തന്നെ വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് ദിവസങ്ങളുടെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് നമുക്ക് നിയന്ത്രണ വിധേയമായി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന, വേഗത നിയന്ത്രിക്കാവുന്ന, ദിശ നിർണയിക്കാവുന്ന ഒക്കെ ഒരു സംഗതിയായിട്ട് മാറുന്നത്. ആദ്യമായി സ്റ്റിയറിംഗ് വീൽ കയ്യിൽ പിടിക്കുമ്പോൾ ഇത് എങ്ങോട്ട് പോവും, ഇതിന്റെ വേഗത എങ്ങനെ നിയന്ത്രിക്കും എന്നൊന്നും അറിയാതെ ആകെ അന്താളിച്ചുകൊണ്ടാണ് ഏത് ഡ്രൈവിംഗ് പരിശീലിക്കുന്ന ആളും തുടങ്ങുന്നത്. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അത് അയാൾക്ക് കീഴ്പ്പെടും. ഇത് നമ്മളെ മോട്ടോർ വെഹിക്കിളിന്റെ കാര്യത്തിലും മാത്രമല്ല, ഒരു വാഹനം എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒട്ടകം, കുതിര, കഴുത പോലെയുള്ള മൃഗങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരിചയിച്ച് ഒരു മൃഗത്തെ വാഹനമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഞൊടിയിടയിൽ ചാടിക്കയറി അതിനെ ഓടിക്കാൻ, നമുക്ക് വേണ്ടി ഗാലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു കുതിരയെയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഒട്ടകത്തെയോ ഒക്കെ നമുക്ക് അതിനെ ഇളക്കി അങ്ങ് ഓടിക്കാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്പോട്ടിൽ അതിനെ നിർത്താൻ കഴിയും, അതിന്റെ ദിശ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത് സമയമെടുത്ത് പരിശീലിക്കുക വഴിയാണ്. ഒരു മോട്ടോർ വെഹിക്കിള് ഉപയോഗിക്കാൻ നമ്മൾ പരിശീലിക്കുന്ന അതേ പ്രക്രിയ തന്നെ ഒട്ടകം, കുതിര, കഴുത ഇവയൊക്കെ ഈ വാഹനമായിട്ട് ഉപയോഗിക്കാൻ പരിശീലിക്കുന്നതിന് ആ പ്രക്രിയ അതേപടി തന്നെ വേണ്ടി വരുന്നുണ്ട്. ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് നമുക്ക് കീഴ്പ്പെട്ട, നമുക്ക് നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമായിട്ട് അതിനെ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങാം. അപ്പോ അങ്ങനെ അനുഭവപ്പെടാത്ത, അങ്ങനെ നിയന്ത്രണ വിധേയമായി നമുക്ക് വിധേയപ്പെട്ട് നിൽക്കാത്ത മൃഗങ്ങൾ ധാരാളം ഉണ്ട്. നമുക്ക് ഒരു ടൈഗറിനെയോ അല്ലെങ്കിൽ ഒരു ലയണിനെയോ ഒന്നും ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് സങ്കല്പിക്കുന്നതിന് അർത്ഥമല്ല. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പോ നിയന്ത്രണ വിധേയമായി നമുക്ക് വിധേയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതമാണ് ചില മൃഗങ്ങൾക്ക്, വാഹനമായിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അവനാണ് നമുക്ക് അവയെ വാഹനമായി ഒരുക്കി തന്നിട്ടുള്ളത്, വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത്. അത് മോട്ടോർ വെഹിക്കിൾ ആയാലും മൃഗങ്ങളെ വാഹനമായിട്ട് ഉപയോഗിക്കുന്നതായാലും സംഗതി വലിയ വ്യത്യാസമൊന്നുമില്ല. ഫലത്തില് ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ പ്രാർത്ഥനയാണ് ഈ വിഭാഗത്തിൽ പെടുന്ന ഏത് വാഹനത്തിലും കയറി യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോ അതിന്റെ പൊതു സ്വഭാവം എന്താണ് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്നാൽ ഇവിടെ സമുദ്രത്തെ കുറിച്ച് പറയുമ്പോൾ സമുദ്രവും നാവികര് അല്ലെങ്കിൽ കടൽ യാത്ര ചെയ്യുന്ന ആളുകള് ദീർഘകാലത്തെ പരിശീലനത്തിന്റെ ഫലമായിട്ടാണ് അതിനെ നിയന്ത്രണ വിധേയമായ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സ്കില്ല് കൈവരിക്കുന്നത്. അത് ചെറിയ പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ നമ്മൾ സമുദ്രത്തിൽ നിന്ന് നേടുന്നുണ്ടല്ലോ. പഴയ കാലത്ത് ഒരുപക്ഷെ കരയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ ചൂണ്ടലിട്ടുകൊണ്ടും വലയെറിഞ്ഞുകൊണ്ടും ഒക്കെ ആയിരുന്നു മത്സ്യം പിടിച്ചിരുന്നത്. പിന്നീട് ഉൾക്കടലുകളിലേക്ക് പോയിട്ട്, ആഴക്കടലുകളിലേക്ക് പോയിട്ട് വലിയ മത്സ്യസമ്പത്തിന്റെ ശേഖരങ്ങളെ കണ്ടെത്തി അത് പിടിച്ചു കൊണ്ടുവരുന്ന രീതിയൊക്കെ മനുഷ്യർ തുടങ്ങി. ഇപ്പോ
യന്ത്രവൽകൃത ബോട്ടുകളിലായിട്ട്, വലിയ വള്ളങ്ങളിലായിട്ട് 20ഉം 25ഉം ആളുകളൊക്കെ ഒരേ സമയത്ത് യാത്ര പുറപ്പെട്ട് മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ മുത്തും പവിഴയും ഒക്കെ പെറുക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കടൽ യാത്രികര് വളരെ പൗരാണികമായ കാലത്ത് തന്നെ അമൂല്യമായ മുത്തുകളൊക്കെ പെറുക്കുന്നതിന്, ചിപ്പികളൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ പോവാറുണ്ട്. അത് പ്രയോജനപ്പെടുത്താറുണ്ട്. കടലിന്റെ അതുപോലെ വിലപിടിപ്പുള്ള ഒരുപാട് കടൽ സമ്പത്തുക്കളുണ്ട്, നമ്മളത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കടൽ താണ്ടി വിദൂര പ്രദേശങ്ങളിലേക്കും വൻകരകളിലേക്കും ഒക്കെ യാത്ര നടത്തി മനുഷ്യൻ പ്രയോജനം നേടാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഒരുപക്ഷെ കടൽ യാത്ര സുഗമമായ ഒരു ഘട്ടത്തിലാണ് ഈ സാമ്രാജ്യത്വ മോഹം കത്തിച്ചുകൊണ്ട് ആളുകള് വിദൂര നാടുകൾ തങ്ങളുടേതാക്കി വെട്ടിപ്പിടിക്കുന്ന ഒരു പ്രവണത തുടങ്ങിയിട്ടുള്ളത്. അത് ഒരു ഘട്ടത്തിൽ സ്പെയിനിന്റെ നാവിക രംഗത്തെ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലത്ത് സ്പെയിൻ വളരെ ശക്തമായ ഒരു നാവിക ശക്തിയായി നിലകൊണ്ടിരുന്ന ഒരു സംഭവം നമുക്കറിയാം. സ്പെയിനിന്റെ നാവിക ശേഷി തകർന്ന് ദുർബലമായി മാറിയതിനെ തുടർന്ന് ആ രംഗം കൈയടക്കുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ ഒരു നാവിക ശക്തിയായിട്ട് ഉയർന്നു വന്നു. അവര് ഒരു കൊളോണിയൽ ശക്തിയായിട്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒട്ടുമിക്ക ഭൂപ്രദേശങ്ങളെയും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന സംഭവമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ സമുദ്രയാത്ര, സമുദ്രത്തിലെ മത്സ്യബന്ധനം, സമുദ്രത്തിൽ നിന്ന് മുത്തും പവിഴമൊക്കെ ശേഖരിച്ച് കൊണ്ടുവരല്, അങ്ങനെയുള്ള ധാരാളം സാധ്യതകള് സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ പിന്നിട്ട നൂറ്റാണ്ടുകളിൽ വളരെയേറെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കടൽ കാണുന്നത് തന്നെ പേടിയായിരുന്ന തിരമാലകളെ എങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് നീന്താൻ കഴിയും എന്നൊക്കെ ആലോചിച്ചിരുന്ന ആ പേടിച്ച് ഒതുങ്ങി നിന്നിരുന്ന മനുഷ്യന്റെ ആ കാലത്ത് നിന്ന് കടലിനെ വളരെ വിചിത്രമായ പല ആവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നവരായി മനുഷ്യർ ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഇറാനെ ആക്രമിച്ച സംഭവത്തെ തുടർന്നുള്ള ആ യുദ്ധവും ആ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അതിന്റെ മേൽ നിയന്ത്രണം പിടിമുറുക്കിക്കൊണ്ട് അവിടെ ചില വളരെ സ്ട്രാറ്റജിക് ആയ രീതിയിൽ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളെ അകാരണമായി ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങള് അതുപോലെ ജീവഹാനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന നിലക്ക് അങ്ങ് പൊയ്ക്കളയണ്ട എന്ന നിലക്ക് അവരെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കടലിലെ സഞ്ചാരപാതകളെ നിയന്ത്രിച്ചുകൊണ്ടും ചില കാര്യങ്ങളൊക്കെ മനുഷ്യന് സാധിക്കും എന്നതാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുപോലെ ചരക്ക് നീക്കത്തിന് കടലിലൂടെ സാധിക്കുന്ന അത്ര എളുപ്പത്തില് വേറെ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് വേറെ വഴികളൊന്നും അത്ര സുഗമമായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. കടലിലൂടെ എത്ര ഭാരം ലോഡ് ചെയ്ത് വെച്ച കപ്പലുകളും നമുക്ക് വളരെ ചെറിയൊരു മോട്ടോർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കടലിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നത് വളരെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ചരക്കുകൾ നിറച്ച കപ്പലായിരിക്കും, പക്ഷെ ആ കപ്പൽ ഓടുന്നതിന് വലിയ ഫോഴ്സ് ഒന്നും വലിയ പവറൊന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. കടലിന്റെ ഉപരിതലത്തിലൂടെ വലിയ ചങ്ങാടങ്ങളില് ചരക്കുകൾ അട്ടിയിട്ടുകൊണ്ട് കൊണ്ടുപോകാൻ വലിയ ഫോഴ്സ് ഒന്നും വേണ്ട. അതിന് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ചലനം നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കടൽ ഭീതി ജനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായിട്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറുന്നത് മനുഷ്യര് നോക്കി നിൽക്കെ
അവരുടെ ജീവിതകാലത്ത് അവരുടെ പ്രയത്ന ഫലമായിട്ടൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുകയാണ്. അപ്പൊ അള്ളാഹു ഇതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹർ, തീർച്ചയായിട്ടും അള്ളാഹു അവനാണ് നിങ്ങൾക്ക് സമുദ്രത്തെ വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്തിനാണ്? ലി തജ്രിയൽ ഫുൽകു ഫീഹി ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരം കപ്പലുകൾ അതിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രയോജനമാണ്. ലി തജ്രിയൽ ഫുൽകു, കപ്പലുകൾ സഞ്ചരിക്കാൻ വേണ്ടി, ഫീഹി ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരം, അവന്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച വിധി പ്രകാരം കപ്പലുകൾ കടലിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കടലിനെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത്. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ വളരെ വിശാലമായ ഉദാരമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടിപ്പിടിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ്. കപ്പല് സഞ്ചരിക്കുന്നതിന്റെ ആവശ്യം പറഞ്ഞു, അത് കടലിനെ നമുക്ക് വിധേയപ്പെടുത്തി തന്നത് അങ്ങനെ ഒരു ആവശ്യത്തിനാണ്. കപ്പൽ എന്തിനാ സഞ്ചരിക്കുന്നത് എന്നുള്ളത് നാഗരിക വളർച്ചയുടെ പല പടവുകളും ഘട്ടങ്ങളും പിന്നിട്ട ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ലോകത്ത് ഒരു ഭാഗത്ത് നിന്ന് മനുഷ്യനാവശ്യമായ ചരക്കുകൾ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നത് മുഖ്യമായിട്ടും ഈ കപ്പലുകൾ മുഖേന കടലിലൂടെയാണ്. അപ്പോ മനുഷ്യന് പ്രയോജനകരമായ ധാരാളം സംഗതികൾ കടലിൽ തേടിപ്പിടിക്കുന്നതിനും വേണ്ടിയാണ് ഇത് അള്ളാഹു വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യനാവശ്യമായ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും മത്സ്യസമ്പത്തും അതുപോലെ അമൂല്യമായ വളരെ വിലപിടിപ്പുള്ള ഒത്തിരി സംഗതികള് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും മറ്റുമായിട്ട് മനുഷ്യൻ ശേഖരിക്കുന്നുണ്ട്. കടലിനെ ഈ ആവശ്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ മനുഷ്യൻ അള്ളാഹു വിധേയപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതിനുള്ള ശാരീരികമായ ചില സ്കില്ലുകൾ തന്നു. അതുപോലെ സാങ്കേതികമായ പല സൗകര്യങ്ങളും മനുഷ്യന് രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ അള്ളാഹുവിന്റെ ആസൂത്രണത്തിൽ പെട്ടതും അള്ളാഹു മനുഷ്യന് നൽകിയ ഇൽഹാമ് പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ഉണ്ടായതൊക്കെയാണ്. താനെ ഉണ്ടായ സംഗതിയൊന്നുമല്ല. നമ്മുടെ മനസ്സിലൊരാശയം ഉണ്ടായി വരുന്നത് ഇപ്പൊ കപ്പലുകളും അതിന്റെ വളരെ നൂതനമായ രൂപങ്ങളും ഒക്കെ തന്നെ മനുഷ്യ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ്. അതൊക്കെ ഓരോ ചരിത്രഘട്ടത്തിൽ അള്ളാഹു മനുഷ്യ മനസ്സിൽ തോന്നിപ്പിച്ച കാര്യങ്ങളാണ്. നേരത്തെ തോന്നിപ്പിച്ചിട്ടില്ലാത്തതും പിന്നീട് ഒരു നിർണായകമായ ചരിത്രഘട്ടത്തിൽ അവർക്ക് അത്തരം ആശയങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കുകയും അവ ഉണ്ടാക്കി പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യത അവന്റെ മുന്നിൽ തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുകയാണല്ലോ. ഇതൊക്കെ അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു പരാമർശിക്കുന്നത്. അപ്പോ സമുദ്രത്തെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നത് അള്ളാഹു അവൻ തന്നെയാണ്, അവനാണ്. അതിന്റെ താല്പര്യം ലി തജ്രിയൽ ഫുൽകു ഫീഹി ബി അംരിഹി, അവന്റെ ഇച്ഛ പ്രകാരം, അവൻ നിശ്ചയിച്ച അവന്റെ വിധി പ്രകാരം കപ്പലുകൾ സഞ്ചരിക്കുന്നതിനും വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തേടുന്നതിനും വേണ്ടിയാണ്. വലഅല്ലക്കും തശ്കുറൂൻ, മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ കൃതജ്ഞതയുള്ളവരായി മാറുന്നതിനുമാണ്. ഈ സംഗതികളിലൂടെയാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. അതാണ് ഒരു കാര്യം അള്ളാഹു പറയുന്നത്. നിങ്ങൾ കടലിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അങ്ങ് പോയാൽ പോരാ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവനോട് ശുക്ർ കാണിക്കുന്നവരാകാം. അതും അതിന്റെ താല്പര്യമാണ്. നമുക്ക് അറിയുന്ന 10,000-കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് കൊണ്ടുവന്ന പല സംഗതികളുമാണ് നമ്മളുടെ അടുക്കളകളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാധ്യമായത്, നമ്മളുടെ കംഫർട്ടബിൾ ആയ ഒരു കിച്ചൺ ലൈഫ് നമുക്ക് സാധ്യമായത് ഈ പെട്രോ ഗ്യാസ്, LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉപയോഗപ്പെടുത്താൻ അവസരം ഉണ്ടായത് കൊണ്ടാണ്. ഇതൊക്കെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് കപ്പൽ വഴി നമ്മളുടെ നാട്ടില്, നമ്മുടെ അടുക്കളകളിലൊക്കെ എത്തുകയാണ്. അപ്പൊ ഈ സംഗതികള് നേരത്തെ നമുക്ക് ഓർമ്മയുള്ളതാണ്. നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ തീ
ഉണ്ടാക്കിയിരുന്നതും വിറക് കത്തിച്ചിരുന്നതും ചവറുകളും ഇലകളും ഒക്കെ കത്തിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്തിരുന്നതും അതുണ്ടാക്കിയിരുന്ന പല വിധത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മൾ അനുഭവിച്ച ആളുകളാണ്. ഇതൊക്കെ ഫലത്തിൽ ഒരേ സോഴ്സ് എന്നുള്ളതാണ് ഇന്ധനം എന്ന് പറയുന്നത്. ഇല കത്തിച്ചാലും വിറക് കത്തിച്ചാലും പെട്രോ ഗ്യാസ് കത്തിക്കുന്ന അതേ സംഗതി തന്നെയാണ്. അതൊക്കെ സൂര്യന്റെ താപം ഇവിടെ മരങ്ങള് അബ്സോർബ് ചെയ്തത് പല രൂപത്തിലായിട്ട് നമ്മളുടെ കൈകളിൽ എത്തുകയാണ്. പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ഭൂമുഖത്ത് ചത്തടിഞ്ഞ വൃക്ഷങ്ങളുടെയും അതുപോലെ ജീവജാലങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഊറി വരുന്ന ഒരു സംഗതിയാണ് പെട്രോൾ എന്ന് പറയുന്നത്. ഇടയിൽ ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ പിന്നീട് കുഴിച്ചെടുക്കുന്നത്. അപ്പൊ അത് സൂര്യതാപത്തിൽ നിന്നുള്ള എനർജി തന്നെയാണ് നമ്മൾ ഈ പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോ നമ്മള് ചപ്പുചവറുകൾ കൂട്ടി കത്തിക്കുമ്പോഴൊക്കെയും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് സൂര്യതാപത്തിൽ നിന്ന് ഈ വൃക്ഷങ്ങൾ ശേഖരിച്ച ഈ എനർജി തന്നെയാണ് നമ്മൾ വേറൊരു നിലക്ക് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോ ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ വലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായി മാറുന്നതിനും കൂടി വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. 3 കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന്, കപ്പലിന് സഞ്ചരിക്കാൻ. അതുപോലെ രണ്ടാമത്തത്, അള്ളാഹുവിന്റെ മഹത്തരമായ ഔദാര്യങ്ങൾ നമുക്ക് തേടി കണ്ടെത്താൻ. അതുപോലെ നിങ്ങൾ അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായി മാറാൻ. ഈ ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു കടലിനെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. തുടർന്ന് പറയുന്നത് വസഖറ ലക്കും മാഫി സമാവാതി വമാ ഫിൽ അർദ്, അവൻ ആകാശത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും തന്നെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിട്ടുണ്ട്. മറ്റൊരിടത്ത് സൂര്യനെയും ചന്ദ്രനെയും വിധേയപ്പെടുത്തി തന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ മനുഷ്യന് പ്രയോജനകരമാവുന്ന വിധത്തിൽ വിധേയപ്പെടുത്തി നിർത്തപ്പെട്ടിരിക്കുകയാണ്. എല്ലാം മനുഷ്യന് കൈകാര്യം ചെയ്യാവുന്ന വിധത്തില് വിധേയപ്പെടുത്തിയെന്ന് മനസ്സിലാക്കേണ്ടതില്ല. മനുഷ്യന് പ്രയോജനപ്പെടുന്ന വിധത്തില് ഇവയൊക്കെ അള്ളാഹു വിധേയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും നിങ്ങൾക്ക് അവൻ വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരേ സ്വഭാവത്തില് വിധേയപ്പെടുത്തി എന്ന നിലക്കല്ല മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് പ്രയോജനകരമാവുന്ന വിധത്തിൽ അവയെ അധീനപ്പെടുത്തി നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ വസഖറ ലക്കും മാഫി സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു എന്നാണ് തുറന്നു പറയുന്നത്. എല്ലാം തന്നെ അവനിൽ നിന്നുള്ളതാണ്. ഇതിനൊന്നും വേറെ മുതലാളിമാരില്ല, വേറെ ഉടമസ്ഥരില്ല. നിങ്ങൾ വേറെ ആരെയെങ്കിലും അതിൻ്റെയൊക്കെ മുതലാളിമാരായിട്ട് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്ന വലിയൊരു അബദ്ധം മാത്രമാണ്. അള്ളാഹു മാത്രമാണ് ഇവയുടെയൊക്കെ ഉപജ്ഞാതാവ്. അവൻ മാത്രമാണ് ഇവയുടെയൊക്കെ ഉടമ. ജമീഅൻ മിൻഹു, മുഴുവനും സകലതും തീർത്തും അവനിൽ നിന്നുള്ളതാണ്, അവന്റെ ആസൂത്രണത്തിൽ നിന്നുള്ളതാണ്. ആരെയൊക്കെ നമ്മൾ ഈ സാധ്യതകളോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആദരിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ഭാഗത്ത് സംഭവിക്കുന്ന വലിയ പിഴവാണ്. ഇതിന്റെയൊക്കെ സൂത്രധാരകൻ അള്ളാഹുവാണ്. ജമീഅൻ മിൻഹു, എല്ലാം തന്നെ അവനിൽ നിന്നാണ്. അവനല്ലാതെ, അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇതിലൊന്നും ഒരു പങ്കുമില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ, നിശ്ചയമായിട്ടും ഈ ഒരു കാര്യത്തില് വലിയ ദൈവിക പ്രതിഭാസങ്ങളായ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളൊക്കെ ധാരാളം മതി. കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നതും മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതും ആകാശഭൂമികളിലുള്ള പ്രതിഭാസങ്ങൾ മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലാണ് എന്നതൊക്കെ തന്നെ കണ്ടെത്തുന്നത് ധാരാളം മതിയാവും അള്ളാഹുവിനെ തിരിച്ചറിയാൻ. ഇതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇന്ന ഫീ ദാലിക ലആയാതിൻ, നിശ്ചയമായിട്ടും ഈ കാര്യങ്ങളില് ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്, അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന ആയാത്തുകളുണ്ട്. ലിഖൗമിൻ യതഫക്കറൂൻ, ആർക്കാണ് അത് പ്രയോജനപ്പെടുക? ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കാൻ സന്നദ്ധതയുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെയും വലിയ സൂചനകളുണ്ട്.
ആയാത്തുണ്ട്. ആയാത്തുണ്ട് എന്ന് പറഞ്ഞാൽ സൂചനകളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം സൂചനകൾ അടങ്ങിയ പ്രതിഭാസങ്ങളാണ് ഇതൊക്കെയും തന്നെ. ഇതിലേതെങ്കിലും ഒന്ന് സൂക്ഷ്മമായിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടും. അള്ളാഹുവിനെ റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ മനസ്സിലാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു എന്നതാണ് എല്ലാ നിഗൂഢതകളെയും വകഞ്ഞു മാറ്റി നമുക്ക് നമ്മുടെ മനസ്സിടത്തില് പ്രകാശം പരത്തി തരുന്ന സംഗതി. അള്ളാഹു എന്നൊരു ഉത്തരം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതാണ്, അള്ളാഹു എന്നാണ്. അള്ളാഹു എന്നത് നമ്മള് ഒരു മണൽത്തരിയിൽ നിന്ന് ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നമുക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടാം. സൂര്യനെ നോക്കി, ചന്ദ്രനെ നോക്കി, ഋതുഭേദങ്ങളെ നോക്കി, വേലിയേറ്റം, വേലിയിറക്കം പോലെയുള്ള പ്രതിഭാസങ്ങളെ മനസ്സിലാക്കി മനുഷ്യന്റെ വിരൽത്തുമ്പ് തൊട്ട് ശരീരഘടന വരെ ഉള്ള സകല സംഗതികളെയും നിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ സാധിക്കും. അപ്പോ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ഇതിലൊക്കെയും ചിന്താശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആയാത്തുകൾ എന്നതിന് വളരെ ലളിതമായൊരു നിർവചനം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പ്രതിഭാസം. അള്ളാഹു എന്ന പ്രപഞ്ച സ്രഷ്ടാവിന്, പ്രപഞ്ചത്തിന്റെ നിയന്ത്രകന്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പ്രകൃതിയിലുള്ള ഏതേത് സംഗതിക്കും നമുക്ക് ആയാത്ത് എന്ന് പറയാം, അതല്ലാത്തതും ഉണ്ട്. അപ്പോ ഇതാണ് ഈ ആയത്തില് വിവരിക്കുന്ന കാര്യം. നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ ദിശയിൽ നിങ്ങളുടെ ചിന്തയെ ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് ഇവിടെ പരോക്ഷമായിട്ട് വിവരിക്കപ്പെടുന്ന, വിശദമാക്കപ്പെടുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 12-13 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.